ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഡേറ്റിംഗ് മെത്തേഡാണ്. അതായത് ആർക്കിയോളജിയിലെ വിവിധ ഡേറ്റിംഗ് മെത്തേഡ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ആദ്യം തന്നെ റിലേറ്റീവ് ഡേറ്റിംഗ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. ഇതിൻ്റെ മലയാളം ആപേക്ഷിക കാലനിർണയം എന്നാണ്. ഒരു വസ്തുവിൻ്റെ പ്രായം മറ്റൊരു വസ്തുവിനോടോ പാളിയോടോ താരതമ്യം ചെയ്ത് കണ്ടെത്തുന്ന രീതിയെയാണ് റിലേറ്റീവ് ഡേറ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിൽ കൃത്യമായ വർഷം ലഭിക്കില്ല. പഴയതോ പുതിയതോ എന്നത് മാത്രമേ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇതിനുദാഹരണമാണ് സ്ട്രാറ്റിഗ്രഫി, ടൈപ്പോളജി എന്നിവ. അടുത്തതാണ് അബ്സല്യൂട്ട് ഡേറ്റിംഗ് മെത്തേഡ്, അതായത് നിശ്ചിത കാലനിർണയം. ഒരു വസ്തുവിൻ്റെ കൃത്യമായ പ്രായമോ വർഷപരിധിയോ കണ്ടെത്തുന്ന രീതിയെയാണ് അബ്സല്യൂട്ട് ഡേറ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിനുദാഹരണമാണ് റേഡിയോ കാർബൺ ഡേറ്റിംഗ് മെത്തേഡ്, തെർമോലുമിനിസെൻസ് മെത്തേഡ്, ഡെൻഡ്രോക്രോണോളജി, അതുപോലെ പൊട്ടാസ്യം ആർഗൺ മെത്തേഡ്. ഇതൊക്കെ ഇതിന് ഉദാഹരണമാണ്. ഇത് രണ്ടും കൂടാതെ തന്നെ മറ്റൊന്നാണ് ഹിസ്റ്റോറിക്കൽ ഡേറ്റിംഗ് മെത്തേഡ്. ഇത് എന്താണെന്ന് വെച്ചാൽ രേഖകൾ, ശിലാലിഖിതങ്ങൾ, നാണയങ്ങൾ, രാജവംശങ്ങളുടെ വിവരങ്ങൾ എന്നിവ ഉപയോഗിച്ച് കാലം നിർണ്ണയിക്കുന്ന രീതിയെയാണ് നമ്മൾ ഹിസ്റ്റോറിക്കൽ ഡേറ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അബ്സല്യൂട്ട് ഡേറ്റിംഗ് മെത്തേഡാണ് കാര്യമായിട്ട് നോക്കാനുള്ളത്. അബ്സല്യൂട്ട് ഡേറ്റിംഗ് മെത്തേഡിലെ പ്രധാനപ്പെട്ട ഒരു മെത്തേഡാണ് റേഡിയോ കാർബൺ ഡേറ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിനെ കാർബൺ 40 മെത്തേഡ് എന്നും വിശേഷിപ്പിക്കുന്നുണ്ട്. ഈ ഒരു മെത്തേഡ് കൊണ്ടുവന്നത് പ്രൊഫസർ വില്യാർഡ് എഫ് ലിബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. പുരാവസ്തു ശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അബ്സല്യൂട്ട് ഡേറ്റിംഗ് രീതികളിൽ ഒന്നാണ് ഈ ഒരു റേഡിയോ കാർബൺ ഡേറ്റിംഗ് മെത്തേഡ്. ജീവജാലങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് അന്തരീക്ഷത്തിൽ നിന്നുള്ള കാർബൺ 14 അവയിൽ പ്രവേശിക്കുന്നു. എന്നാൽ ജീവി മരിച്ചതിന് ശേഷം കാർബൺ 14 പുതുതായി ലഭിക്കുകയില്ല. ഇതിനുശേഷം ശരീരത്തിലുള്ള കാർബൺ 14 ക്രമേണ ക്ഷയിച്ചു തുടങ്ങും. ഈ ക്ഷയനിരക്ക് അളന്ന് നോക്കിയിട്ടാണ് ഒരു വസ്തുവിൻ്റെ പ്രായം നമ്മൾ കണ്ടെത്തുന്നത്. ഈ രീതി പ്രധാനമായും മരച്ചില്ലകൾ, അസ്ഥികൾ, ധാന്യങ്ങൾ, കരിഞ്ഞ മരക്കഷ്ണങ്ങൾ, തുണിത്തരങ്ങൾ തുടങ്ങിയ ജൈവവസ്തുക്കളുടെ പ്രായം കണ്ടെത്താൻ ഉപയോഗിക്കുന്നു. ഏകദേശം 50,000 വർഷം വരെ പഴക്കമുള്ള വസ്തുക്കൾക്ക് ഈ ഒരു രീതി പ്രയോഗിക്കാം. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ വളരെ പഴയ ജൈവവസ്തുക്കൾക്കും കൃത്യമായ പ്രായം കണ്ടെത്താൻ കഴിയും എന്നതാണ്. എന്നാൽ കല്ലുകൾ, ലോഹങ്ങൾ, മൺപാത്രങ്ങൾ പോലുള്ള അജൈവ വസ്തുക്കൾക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയില്ല. കൂടാതെ സാമ്പിളിൽ മലിനീകരണം ഉണ്ടായാൽ ഫലത്തിൻ്റെ കൃത്യത നഷ്ടപ്പെടാം. അടുത്തൊരു മെത്തേഡാണ് തെർമോലുമിനിസെൻസ് മെത്തേഡ്. ഈ ഒരു മെത്തേഡ് കൊണ്ടുവന്നത് മാർട്ടിൻ ജെ ഐക്കനാണ്. ചൂടിൽ ചുട്ട വസ്തുക്കളുടെ പ്രായം കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഒരു അബ്സല്യൂട്ട് ഡേറ്റിംഗ് രീതിയാണിത്. മൺപാത്രങ്ങൾ, ഇഷ്ടികകൾ, ചൂളയിൽ ചുട്ട കല്ലുകൾ, ടെറാക്കോട്ട വസ്തുക്കൾ തുടങ്ങിയവയ്ക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഒരു വസ്തു ചൂടിൽ ചുട്ടപ്പോൾ അതിലെ മുമ്പത്തെ റേഡിയേഷൻ എനർജി പുറത്തു പോകുന്നു. പിന്നീട് മണ്ണിൽ അടിഞ്ഞു കിടക്കുന്ന കാലയളവിൽ അത് വീണ്ടും റേഡിയേഷൻ എനർജി ശേഖരിക്കപ്പെടും. ലാബിൽ ആ വസ്തുവിനെ വീണ്ടും ചൂടാക്കിയാൽ ആ എനർജി വെളിച്ചമായി പുറത്തു വരും. ഈ വെളിച്ചത്തിൻ്റെ അളവ് പരിശോധിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ പ്രായം കണ്ടെത്തുന്നത്. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ റേഡിയോ കാർബൺ ഡേറ്റിംഗ് മെത്തേഡ് ഉപയോഗിക്കാൻ കഴിയാത്ത മൺപാത്രങ്ങൾക്കും ചുട്ട വസ്തുക്കൾക്കും പ്രായം കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ്. പിന്നെ ഈ രീതി വളരെ ചെലവേറിയതും സങ്കീർണവുമാണ്. കൂടാതെ സാമ്പിളുകൾ വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ ശേഖരിക്കാൻ കഴിയുകയുള്ളൂ. അടുത്ത ഒരു ഡേറ്റിംഗ് മെത്തേഡാണ് ഡെൻഡ്രോക്രോണോളജി. ഇത് 1929 A.E. ഡഗ്ലസ് ആണ് ഈ ഒരു രീതി ആവിഷ്കരിക്കുന്നത്. മരങ്ങളുടെ വളർച്ചാ വളയങ്ങളെ അടിസ്ഥാനമാക്കി പ്രായം കണ്ടെത്തുന്ന ഒരു അബ്സല്യൂട്ട് ഡേറ്റിംഗ് രീതിയാണ് ഡെൻഡ്രോക്രോണോളജി. ഓരോ വർഷവും ഒരു മരത്തിൽ ഒരു പുതിയ വളയം രൂപപ്പെടുന്നു. ഈ വളയങ്ങളുടെ എണ്ണം എണ്ണിയാൽ മരം എത്ര വർഷം പഴക്കമുള്ളതാണ് എന്ന് കണ്ടെത്താം. വരൾച്ച, മഴ, കാലാവസ്ഥാ വ്യത്യാസങ്ങൾ എന്നിവയുടെ സ്വാധീനത്താൽ വളയങ്ങളുടെ രീതിയിൽ വ്യത്യാസമുണ്ടാകും. ഈ വ്യത്യാസങ്ങൾ പഠിച്ചാണ് പ്രത്യേക കാലഘട്ടങ്ങൾ തിരിച്ചറിയുന്നത്. പുരാവസ്തു സ്ഥലങ്ങളിൽ നിന്ന് ലഭിക്കുന്ന മരച്ചില്ലകൾ, വീടുകളിലെ തടി, ശവപ്പെട്ടികൾ, പഴയ കപ്പലുകളുടെ ഭാഗങ്ങൾ തുടങ്ങിയവയുടെ പ്രായം കണ്ടെത്താൻ ഡെൻഡ്രോക്രോണോളജി ഉപയോഗിക്കുന്നു. ഇതിൻ്റെ പ്രധാന ഗുണം എന്ന് പറയുന്നത് വളരെ കൃത്യമായ വർഷം കണ്ടെത്താൻ കഴിയുന്നതാണ്. ചിലപ്പോൾ ഒരു മരം മുറിച്ചെടുത്ത വർഷം
വരെ കൃത്യമായി കണ്ടെത്താൻ കഴിയും എന്നതാണ്. എന്നാൽ ഇത് മരച്ചില്ലകൾ പോലുള്ള വസ്തുക്കൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. കൂടാതെ എല്ലാ പ്രദേശങ്ങളിലും എല്ലാ കാലഘട്ടങ്ങളിലും അനുയോജ്യമായ ട്രീ റിംഗ് റെക്കോർഡുകൾ ലഭിക്കണമെന്നില്ല. ഈ 3 ഡേറ്റിംഗ് രീതിയും പുരാവസ്തു ശാസ്ത്രത്തിൽ മനുഷ്യരുടെ ഭൂതകാലത്തെ കൃത്യമായി മനസ്സിലാക്കാൻ വളരെ പ്രധാനപ്പെട്ടതാണ്. കാർബൺ ഡേറ്റിംഗ് ജൈവ വസ്തുക്കൾക്കും, തെർമോലുമിനിസെൻസ് ചുട്ട മൺവസ്തുക്കൾക്കും, ഡെൻഡ്രോക്രോണോളജി മരച്ചില്ലകൾക്കും ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട മെത്തേഡ് ആണ് പൊട്ടാസ്യം ആർഗൺ ഡേറ്റിംഗ് മെത്തേഡ്. ഈ ഒരു മെത്തേഡിനെ കുറിച്ച് നമ്മുടെ സിലബസിൽ പറയുന്നില്ല, എന്നിരുന്നാൽ കൂടി ജസ്റ്റ് ഒന്ന് പറയാം. ഈ ഒരു മെത്തേഡ് ജോൺ റെയ്നോൾഡ്സ് ആണ് ആവിഷ്കരിക്കുന്നത്. പുരാവസ്തു ശാസ്ത്രത്തിലും ഭൂവിജ്ഞാനത്തിലും ഉപയോഗിക്കുന്ന ഒരു അബ്സലൂട്ട് ഡേറ്റിംഗ് മെത്തേഡാണിത്. അഗ്നിപർവ്വത ശിലകളുടെയും അഗ്നിപർവ്വത ചാരത്തിൻ്റെയും പ്രായം നിർണ്ണയിക്കാനാണ് ഇത് പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പരിമിതി എന്ന് പറയുന്നത് പുരാവസ്തുക്കളെ നേരിട്ട് തീയതി നിർണ്ണയം ചെയ്യാൻ കഴിയില്ല. ഈ രീതി ഉപയോഗിച്ച് കല്ല്, അസ്ഥി, മൺപാത്രം, ലോഹവസ്തുക്കൾ എന്നിവയുടെ പ്രായം നേരിട്ട് കണ്ടെത്താനാവില്ല. അവയുമായി ബന്ധപ്പെട്ട അഗ്നിപർവ്വത ശിലകളുടെ പ്രായം മാത്രമേ നിർണ്ണയിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. പിന്നെ വളരെ പഴക്കമുള്ള വസ്തുക്കൾക്ക് മാത്രമാണ് ഇത് അനുയോജ്യമായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം. പിന്നെ വളരെ ചിലവേറിയ ഒരു രീതിയാണിത്. ഈ രീതി പരിശോധനയ്ക്ക് പ്രത്യേക ലബോറട്ടറികളും അതുപോലെ തന്നെ സങ്കീർണമായിട്ടുള്ള ഉപകരണങ്ങളും ഒക്കെ ആവശ്യമാണ്. പിന്നെ സാമ്പിൾ മലിനമായാൽ ഫലം തെറ്റാൻ ചാൻസ് ഉണ്ട്. പിന്നീട് ചൂട്, രാസമാറ്റങ്ങൾ, മലിനീകരണം സംഭവിച്ചാൽ ആർഗൺ വാതകം പുറത്തു പോകാനോ അല്ലെങ്കിൽ അതിലേക്ക് പ്രവേശിക്കാനോ സാധ്യതയുണ്ട്. അങ്ങനെ പ്രായനിർണ്ണയം കൃത്യമാകുകയില്ല. പ്രധാനമായിട്ടും ഈ ഒരു രീതി ഉപയോഗിക്കുന്നത് അഗ്നിപർവ്വത ശിലകൾക്കാണ്. പിന്നെ അഗ്നിപർവ്വത ശിലകൾ ഇതിനായിട്ട് ആവശ്യമാണ്. അഗ്നിപർവ്വത ഉത്ഭവമുള്ള ശിലകളോ ചാരമോ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഈ രീതി ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നതാണ് ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത്. ഓക്കെ.